സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആനന്ദ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയനായൊരു എഴുത്തുകാരൻ മലയാളത്തിലുണ്ട്. ഒരുപക്ഷെ വിശ്വതലത്തിൽ തന്നെ ഏറ്റവും അധികം അറിയപ്പെടേണ്ട മലയാള എഴുത്തുകാരൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുക. ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരനായ ഇപ്പോഴുള്ള ജയം ഗൂഡ്സെയ്ക്കൊക്കെ തുല്യം ബൗദ്ധികമായും ശൈക്ഷണികമായും സാഹിതീയമായും ഒക്കെയുള്ള തലങ്ങളിൽ എഴുത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വളരെ വ്യത്യസ്തനായ ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സച്ചിദാനന്ദൻ കവി ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണത്, 80കളിൽ സംഭാഷണങ്ങൾ എന്നാണ് അതിൻ്റെ ആ അഭിമുഖ ശൃംഖലയുടെ പേര്. അത് പുസ്തകമായിട്ട് 80കളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പതിപ്പിന് ശേഷം പിന്നീട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 5 അഭിമുഖ സംഭാഷണങ്ങളിലൊന്ന് എന്ന് നിശ്ചയമായും നമുക്കതിനെ വിളിക്കാം. ഞാൻ അതൊന്നുമല്ല എനിക്ക് വിഷയം. അപ്പം അതിലൊരു ചോദ്യം സച്ചിദാനന്ദൻ ചോദിക്കുമ്പോൾ ഞാൻ ആ ഒരു കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സച്ചിദാനന്ദൻ ഒരു ചോദ്യം ആനന്ദിനോട് ചോദിക്കുന്നു. അപ്പോൾ ആനന്ദ് അതിൻ്റെ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ കുറേ അധികം വാക്കുകൾ എൻ്റെ നേർക്കെടുത്തെറിയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു മൊമെൻ്റ് അഭിമുഖത്തിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കുറേ വാക്കുകൾ ഞാൻ ഇവിടെ ഈ പോസ്റ്ററിൽ കണ്ടു ഞെട്ടിയിരിക്കുകയാണ്. ആന്തരികത, മൗനം, പ്രശാന്തത, അവധാനത, ധ്യാനാത്മകത. ഇത് കഴിഞ്ഞ് പോകുന്ന മനുഷ്യർ എങ്ങനെയാണ് ഇതിന് പുറത്തേക്ക് പോകുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അവരുടെ കാലുകൾ ഭൂമിയിൽ പതിയുമോ? അവർ വൃക്ഷങ്ങളുടെ ഇലകളിലൂടെയായിരിക്കുമോ സഞ്ചരിക്കുന്നത്? അവർ ആകാശത്തിലൂടെയായിരിക്കുമോ സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നത്. ഇത്രയധികം വാക്കുകൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ താങ്ങാൻ പറ്റില്ല. എനിക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള വാക്കുകളാണ് അതൊക്കെ. ഈ പുസ്തകത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, അത് ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിച്ച് പറയുകയോ അങ്ങനെയുള്ള ചുമതലകളൊന്നും എനിക്കില്ല. അത്തരം ചുമതലകൾ ആവശ്യമില്ലാത്ത ഒരു പുസ്തകമാണിത്. പല രീതിയിൽ വായിക്കാവുന്ന ഒരു പുസ്തകം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ശ്രമമാണ്. എന്തുകൊണ്ടാണ് ഇത് വ്യത്യാസപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് പരിസരങ്ങളെ ഒരാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൻ്റെ അനുഭവവും പ്രതികരണവും ഒക്കെയാണ് ഈ പുസ്തകം എന്ന് സാമാന്യേന നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൽ ഋതു മന്ത്രണങ്ങളാണ്. അത് ഋതു സംക്രമണവും കൂടിയാണ്. 6 ഋതുക്കൾ ഓസ്ട്രിയയിലെ 4 ഋതുക്കൾ. ഇത് വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം നാം കേരളീയർ ഋതുഭേദങ്ങൾ അറിയാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി
അതിങ്ങനെ ഒരുപാട് ഈ പരിസ്ഥിതി എന്നൊക്കെയുള്ള വാക്ക് തന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ മടിയാണ്. അത്രമേൽ അത് ഒരു ക്ലീഷേ ആയി മാറിയിട്ടുണ്ട്. ഋതുക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിപ്പോയിരിക്കുന്നു. ഇത് ഇവിടെയുള്ള പ്രായമുള്ള മനുഷ്യർക്കെല്ലാം അറിയാം. ഭാഗ്യത്തിന് ഇവിടെ പ്രായമുള്ളവർ മാത്രം കൂടുതൽ. ഏത് മീറ്റിങ്ങിൽ പോയാലും അതാണ് അനുഭവം. 50 വയസ്സിൽ താഴെയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം പഴയ കാലത്ത് ഈ നമ്മുടെ കവിതകളിലെ കുഞ്ഞിരാമനാരുടെയൊക്കെ കവിതകളിലൊക്കെ പറയുന്നത് പോലെ ഈ വസന്തവും ഹേമന്തവും ശൈത്യവും വർഷവും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു 3 പതിറ്റാണ്ടുകൾ മുമ്പ് വരെയെങ്കിലും കേരളം. അതേസമയം ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ കൊണ്ട് സമൂലമായിട്ടുള്ള ഈ പാരിസ്ഥിതിക ശൈഥില്യം കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. വസ്തുതയാണ്. വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൊഫസർ ജി മധുസൂദനന്റെ ഗ്രന്ഥങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് വലിയ വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ്. ഞാൻ പറഞ്ഞു വന്നതാണ്, വിയന്നയിൽ ഓസ്ട്രിയയിൽ ഇപ്പോഴും 4 ഋതുക്കൾ കൃത്യമായി ഉണ്ട് എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ആ ക്രമബദ്ധതയെ അടയാളപ്പെടുത്തുന്നതാണ്, സന്തുലനത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഇവിടെ നമുക്ക് അത് തകർന്നുപോയി എന്നുള്ളത് നമ്മുടെ എല്ലാത്തരം വികസന മറ്റ് സങ്കല്പങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം കേരളത്തിൽ പ്രസക്തമാവുന്നത്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഋതുചര്യകൾ, അത് കാണുന്ന ഒരാളിലുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ, മാനസികമായ പ്രതിഫലനങ്ങൾ, അതിൽ ഈ പറയുന്ന സംഗതികളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആന്തരികതയുണ്ട്, മൗനമുണ്ട്, പ്രശാന്തതയുണ്ട്, അവധാനതയുണ്ട്, ധ്യാനാത്മകതയുണ്ട്, കവിതയുണ്ട്, ചിന്തയുണ്ട്. അങ്ങനെ ഒരു പുസ്തകമാണിത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് എത്തുന്നത്. ആന്റണി സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും വളരെ യാദൃച്ഛികമാണ്. കോട്ടയത്ത് വെച്ച് ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടയത്തെ ഒരു സാഹിത്യ സ്ഥാപനത്തിൽ വെച്ച് വളരെ യാദൃച്ഛികമായി പരിചയപ്പെടുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ 7 ഭാഷകളുടെ ഈ നിഘണ്ടുവിൻ്റെ ഒരു രൂപം, കരട് രൂപം, അതിൻ്റെ ഒരു അദ്ദേഹം ജോലി ചെയ്ത് അതിൻ്റെ ഒരു കുറേ കാര്യങ്ങളുമായിട്ടൊക്കെയാണ് അദ്ദേഹം അവിടെ വന്നിരുന്നത്. ആ സ്ഥാപനത്തിൽ കൂടി അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണവുമായിട്ടാണ് വന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴേ എനിക്കത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ എന്ന് തോന്നിയിരുന്നു. പിന്നീടാണ് ഈ ഇങ്ങനെയൊരു സംഗതി അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന കാര്യം പറയുകയും അത് അദ്ദേഹം അതിൻ്റെ PDF ഉടൻ എനിക്ക് അയച്ചു തരികയും അതിന് ഒരു കുറിപ്പ് എഴുതാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും എത്രയും സന്തോഷപൂർവ്വം ഞാൻ അത് എഴുതി കൊടുക്കുകയും ചെയ്തത്. എഴുതി കൊടുക്കുക എന്നല്ല പറയേണ്ടത്, അത് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമോ നിയോഗമോ പോലെ ഞാൻ അത് മനസ്സിലാക്കുന്നു. അതിൽ ഞാൻ എഴുതിയ കുറിപ്പിൻ്റെ 1-2 ഖണ്ഡികകൾ മാത്രം ഇവിടെ വായിക്കാം. അതിനു മുമ്പ് അദ്ദേഹം വിയന്ന എന്ന് പറഞ്ഞപ്പോൾ തന്നെ, കോട്ടയത്ത് വെച്ച് കാണുമ്പോൾ വിയന്ന എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ കൗതുകം തോന്നിയിരുന്നു. കാരണം അത് വളരെ സവിശേഷമായ ഒരു സ്ഥലമാണ്, UN-ൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അതിലുപരി എന്നെ ആകർഷിച്ചത് അത് ബിഥോവൻ്റെ സ്ഥലമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അത് മീരാ ബഹൻ അവിടെയായിരുന്നു അവസാന കാലങ്ങളിൽ എന്നുള്ളതുമാണ്. മീരാ ബഹൻ ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്ന്
ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ചിരുന്നയാളാണെന്ന് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷുകാരിയാണ് അവർ. മഡലൈൻ സ്ലെയ്ഡ് എന്നാണ് അവരുടെ പേര്. അവർ ഗാന്ധിജിയുടെ സാബർമതി ആശ്രമത്തിൽ വരികയും ഗാന്ധിയോടൊപ്പം ഏറെക്കാലം സബർമതിയിലും വാർധയിലും ഉൾപ്പെടെയുള്ള ആശ്രമങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഗാന്ധിയുടെ മരണശേഷം വീണ്ടും ഉത്തരാഖണ്ഡിലും മറ്റുമൊക്കെ ഹിമാലയ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ ചില ആശ്രമങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെയായി ജീവിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവർ മടങ്ങിയെത്തിയത് വിയന്നയിലാണ്. കാരണം അവർ അതിന് മുൻപ് തന്നെ ബിഥോവൻ്റെ വലിയൊരു ആരാധികയായിരുന്നു. തിരിച്ച് ബിഥോവനിൽ നിന്ന് റോമൻ റൊളാങ് വഴി ഗാന്ധിയിലേക്കും അതിനുശേഷം ഗാന്ധിയിൽ നിന്ന് പിന്നീട് ബിഥോവനിലേക്കും മടങ്ങിയ മഡലൈൻ സ്ലെയ്ഡിൻ്റെ ഈ മീരാബഹൻ്റെ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷം നൽകിയിരുന്നു. ഞാൻ മീരാബഹനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഗാന്ധിയും മീരാബഹനും തമ്മിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു നോവല് സുധീർ കക്കർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയത് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായിട്ടുണ്ട് അതിനു മുൻപ്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയ ഒരു 2 പാരഗ്രാഫ് മാത്രം വായിക്കാം. ഇപ്പോൾ തന്നെ സമയം വൈകി എന്നെനിക്ക് നന്നായിട്ടറിയാം. ഋതുപകർച്ചകളിലേക്ക് ഒരാൾ ഉറ്റുനോക്കുന്നു. മാറി മാറി വരുന്ന ഭൂമിവർണ്ണങ്ങൾ. ഭൂമി എന്ന കവിത അയാൾ അവിടെ വായിക്കുന്നു. ഋതുസംക്രമങ്ങളിൽ ജീവിതത്തിൻ്റെ ഭാവാന്തരങ്ങൾ വായിക്കുവാൻ ശ്രമിക്കുന്നു. ഈ ഋതുകവിതായനം ശൈത്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പശ്ചാത്തലം ഓസ്ട്രിയയിലെ വിയന്ന. ബിഥോവൻ സിംഫണികളുടെ പ്രഭവഭൂമിക. മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം പിന്നെയും ഇന്ത്യയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഒടുവിൽ വിശ്രമ ജീവിതത്തിനായി മഡലൈൻ സ്ലെയ്ഡ് എന്ന മീരാബഹൻ തിരഞ്ഞെടുത്ത സ്ഥലം. ഗാന്ധിയൻ ആശ്രമ കർമ്മ ജീവിതത്തിലേക്ക് എത്തും മുൻപേ തന്നെ അവർ ബിഥോവൻ ആരാധികയായിരുന്നു. ഒടുവിൽ വീണ്ടും ബിഥോവനിലേക്ക്. വിയന്നയിലെ ഋതുപകർച്ചകളുടെ വർണ്ണസംഗീതം അവർ ബിഥോവനിലും അറിഞ്ഞിരിക്കണം. ഇതാ ആ ഋതുഭാവാന്തരങ്ങൾക്ക് സൂക്ഷ്മവും ലളിതവുമായ ഒരു കവിതാവിഷ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ വിയന്നയിലെ വർണ്ണഋതുക്കൾ. വസന്തത്തിൻ്റെ വർണ്ണബഹുലതയും ഗ്രീഷ്മത്തിൻ്റെ നിറങ്ങളും ഒന്നിച്ചു ചേർത്ത് ഭൂമിക്ക് വെള്ളി നിറം നൽകി. ഹിമവന്മയുടെ ശുഭ്രതയിലാണ് ആന്റണി നെടുമ്പുരയ്ക്കൽ തൻ്റെ ഋതുവർണ്ണ സഞ്ചാരം ആരംഭിക്കുന്നത്. മനോഹരമായ ചിത്രങ്ങളും സുതാര്യമായ വാക്കുകളും. ശൈത്യം ഒരു നീതിദേവതയാണെന്ന് ആന്റണി പറയുന്നു. അനിവാര്യമായ ആന്തരിക മൗനത്തിൽ മനുഷ്യർ മുനിഞ്ഞിരിക്കുന്ന ഹിമശൈത്യം. ഭൂമിയെ വെൺപട്ട് പുതപ്പിച്ച് നിറങ്ങളെ ഒറ്റ നിറത്തിൽ അപ്രത്യക്ഷമാക്കുന്ന പ്രാലേയ നിഗൂഢത. മഞ്ഞിൻ വിശാലതയിൽ വെൺമഞ്ഞു ജില്ലകളുമായി ഉയർന്നു നിൽക്കുന്ന ഒറ്റമരത്തെ നോക്കി കവി എഴുതുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ തോട്ടക്കാരൻ കാണാതെയും നക്ഷത്രങ്ങളായ ജനക്കൂട്ടം അറിയാതെയും ആകാശത്തേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്ന ഈ വെള്ളി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചതാരാണ്? ഈ ചോദ്യം പുറത്തേക്ക് എന്നതിനേക്കാൾ ഉള്ളിലേക്കുള്ള ചോദ്യമാണ്. ഈ പുസ്തകം നാം വായിക്കേണ്ടത് നമ്മുടെ ഉള്ളിലൂടെയാണ്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കിയാണ് നാം ഈ പുസ്തകം വായിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ആ ഒരു നിരീക്ഷണം, ചുറ്റുമുള്ള സംഗതികളുടെ ഒരു നിരീക്ഷണം തന്നെ എങ്ങനെ ധ്യാനാത്മകമാകാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പുസ്തകം. ഇത് മുമ്പ് പലരും ചെയ്തിട്ടുള്ളതാണ്. ഋതുവർണ്ണനകളുടെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് കൃതി ഉണ്ടായത് ഇന്ത്യയിൽ തന്നെയാണ് എന്നുള്ളത് കാര്യം കൂടി ഞാനിപ്പോൾ അനുസ്മരിക്കുന്നു. കാളിദാസൻ്റെ ഋതുസംഹാരം എന്ന് പറയുന്ന ഒരു രചന. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് അത് മലയാളത്തിലേക്ക് വളരെ ഭംഗിയായി വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ കവിതയിൽ, കാളിദാസ കവിതയിൽ ഈ ഋതുഭാവാന്തരങ്ങളുടെ സൂക്ഷ്മാലേഖനം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു എന്നുള്ള കാര്യവും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ പുസ്തകം ഉള്ളിൽ കവിതയുള്ളവർക്ക് സൂക്ഷ്മ വായനയ്ക്ക് ഉപകരിക്കുന്നതാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. കവിത വളരെ ചുരുങ്ങിയ ഇടമയ കവിതയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ
ധാർമ്മികതയും സത്യസന്ധതയും കുറഞ്ഞു വരുന്ന ഈ സമൂഹത്തിൽ കവിതയ്ക്ക് വളരെ വളരെ ചെറിയ ഒരിടമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ആ ഇടത്തിലൂടെയും സഞ്ചരിക്കുവാൻ ആളുകളുണ്ട്. ഈ ധ്യാനാത്മകതയിലൂടെയും മൗനത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.